ഒറ്റ ചോദ്യം ശ്രീ അനിൽകുമാർ, ഇനിയും പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്തു കളഞ്ഞിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. ജയിലിൽ കിടക്കുന്ന പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ തുടർന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി അഭിമുഖീകരിച്ചാൽ ഈ പാട്ട് ഇനിയും ഇവർ പാടും. ആ പാട്ടിൻ്റെ പേരിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാത്തതിൻ്റെ പേരിൽ പഴിചേരും. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ ചർച്ചകളിൽ പോലും പത്മകുമാറിനെ പുറത്താക്കാഞ്ഞത് വലിയ തിരിച്ചടിയായി എന്നൊരു വിലയിരുത്തലുണ്ടായതായിട്ട് അറിയുന്നു. ഇനിയും സമയമായിട്ടില്ലേ എന്നതാണ് ചോദ്യം. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോൾ ആരംഭത്തിൽ അപമാനം. ഞങ്ങളുടെ മുമ്പിൽ സമയത്തിൻ്റെ പ്രശ്നമല്ല. പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ഒരാളുടെ പേരിൽ പാർട്ടി നടപടി എടുക്കണമെങ്കിൽ എന്താണ് അയാൾ ചെയ്ത കുറ്റം എന്നുള്ള വിവരം ഞങ്ങളുടെ മുമ്പിൽ വരണം. ഇപ്പോൾ SIT നടത്തിയ അന്വേഷണത്തെ പാർട്ടി പിന്തുണയ്ക്കുന്നു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത നടപടി കേരള സർക്കാരിൻ്റെ പിന്തുണയുള്ള നടപടിയാണ്. പാർട്ടി അതിനെ പിന്തുണച്ചു. പാർട്ടി സംരക്ഷിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് പത്മകുമാർ ജയിലിൽ കിടക്കുന്നത്. അടുത്ത ഘട്ടം എന്താണ്? ആ അന്വേഷണത്തിന്റെ ഭാഗമായ കുറ്റപത്രം ലഭിക്കുമ്പോഴാണ് എന്താണ് കുറ്റം എന്നത് നമ്മുടെ മുമ്പിൽ വരിക. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിപരമായ നടപടി വരും എന്ന് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി കേസുകളിലും ഒരു വാക്കൂടെ. അതേപോലെ കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്ന സമയത്ത് റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ ഇതേ SIT തന്നെയല്ലേ ഇയാൾ ചെയ്ത കുറ്റത്തെക്കുറിച്ച് പറയുന്നത്? അത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടില്ലേ? അതെ, ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഭണ്ഡാരിയുടെ അല്ലെങ്കിൽ ഈ പോറ്റിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഗോവർദ്ധൻ്റെ മോഷണങ്ങളുണ്ടല്ലോ, സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസമാക്കിയ ഇവരുടെ ഈ കള്ളന്മാരുടെ മോഷണങ്ങൾ, ആ മോഷണത്തിന്റെ പങ്ക് ആരൊക്കെ പറ്റി, ഏതൊക്കെ ഉദ്യോഗസ്ഥരെ പറ്റി, സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചിട്ടില്ല. എന്തോ അലമ്പുണ്ടാക്കാൻ പൂജ നടത്തുന്ന താമസിക്കാതെയാണ്. പൂജ നടത്തുന്ന താമസിക്കാതെയാണ്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചതിന് എന്ത് രേഖയാണ് അങ്ങയുടെ കയ്യിലുള്ളത്? അങ്ങനെ ജന്മത്തിൽ പോയി ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് താമസിക്കണം. SIT പിന്തുണക്കുക, എന്നിട്ട് ഇവിടെ പറയാം അത് ശരിയല്ല അനിൽകുമാർ. നമുക്ക് വസ്തുത അനുസരിച്ച് പറയാം. ഹൈക്കോടതി ഇടപെട്ടത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി താമസിച്ചു. പത്മകുമാറിന്റെ വീട്ടിലാണ് താമസിച്ചത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാർ ചർച്ച അവസാനിപ്പിക്കും. ഒരു നിമിഷം ശ്രീ അനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും ഒരു നേതാവിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ നേതാവിന്റെ പേര് പത്മകുമാർ എന്നാണ്. നിങ്ങളുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ്. പത്മകുമാറിന്റെ മൊഴിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് SIT രേഖപ്പെടുത്തിയിട്ടുണ്ട്. SIT റിമാൻഡ് റിപ്പോർട്ടിലും കസ്റ്റഡി അപേക്ഷയിലും ആ മൊഴിയെ കുറിച്ച് പറയുന്നുണ്ട്. അനിൽകുമാറിനെ പോലെ നാവിന് എല്ലില്ലാതെ എന്ത് വൃത്തിയോട് പിടിച്ചു പോലെ ശരിയല്ല. സോണിയാഗാന്ധിയുടെ നിങ്ങളാണ്. ഒരു നിമിഷം തെളിവ് തരാം. എന്ത് തെളിവ് തരാം. ഒന്ന്, പത്മകുമാർ ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. എന്റെ പോയിന്റ് അതല്ല. സോണിയാഗാന്ധി എന്ന് പറയുന്നത് ഇസഡ് സുരക്ഷയുള്ള വ്യക്തിയാണ്. എപ്പോഴാണ് ഈ കള്ളന്മാർ പോറ്റിയുടെ വീട്ടിലേക്ക് വന്നത്? ഈ കള്ളന്മാരെ എപ്പോഴാണ് പ്രയാർ ഗോപാലകൃഷ്ണനും ആന്റണിയും അതുപോലെ അടൂർ പ്രകാശും സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയത്? എപ്പോഴാണ് ആ കള്ളന്മാരുമായി ഈ നേതാക്കന്മാർ പുറത്തിറങ്ങിയെന്നുള്ള രേഖ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ശബരിമല സ്വർണം സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയെന്നാണ് അനിൽകുമാർ പറയുന്നത്. സോണിയാഗാന്ധിയുടെ വീട്ടിലെ സന്ദർശന രജിസ്റ്റർ പുറത്തുവിടാൻ വെല്ലുവിളിക്കുന്നു. ഒരൊറ്റ അടി വെച്ചതാണല്ലോ ഇപ്പൊ തന്നതോ മനുഷ്യനെ വട്ടാക്കുന്നോടാ പട്ടി. ശരി, അവിടെ താമസമാണ്. പൂജ നടത്തി താമസിച്ച് പൂജ നടത്തി താമസിച്ച് പൂജ നടത്തി. അതെ അതെ, സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ച് പൂജ നടത്തിയതിന് തെളിവിടെ കയ്യിലൊരു ചരട് കെട്ടിക്കൊടുക്കുന്നതും കയ്യിലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതും അല്ലാതെ എന്ത് തെളിവ്? വീട്ടിലുണ്ട്.
സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ട്, പുറത്തുവിട്. കോൺഗ്രസ് പുറത്തുവിട്. അതിന്റെ രേഖ ഇത് താങ്കൾക്ക് എങ്ങനെ അറിയാം? സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ എന്ന് താങ്കൾക്ക് അറിയില്ലല്ലോ. താങ്കൾക്ക് അറിയാത്ത കാര്യം ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് ശരിയല്ലാന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നമ്മുടെ മുന്നിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചാൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ സംസാരിച്ചതിന് തെളിവിൽ, താമസിച്ചതിന് തെളിവില്ല. കോൺഗ്രസ് പുറത്തുവിട്. എപ്പോൾ വന്നു, എപ്പോൾ പോയി? കോൺഗ്രസ് പുറത്തുവിട്. ആസും കട്ട സ്വർണത്തിന്റെ പങ്ക് എപ്പോൾ വന്നു, എപ്പോൾ പോയി? തെളിവ് പുറത്തുവിടൂ. സോണിയാഗാന്ധിയുടെ വീട്ടിലെ കള്ളന്മാർ എപ്പോൾ വന്നു? വീട്ടിലെ കള്ളന്മാർ എപ്പോൾ കൊണ്ടുപോയി? തെളിവ് പുറത്തുവിടൂ. തെളിവ് കോൺഗ്രസ് പുറത്തുവിടൂ. സോണിയാഗാന്ധിയുടെ വീട്ടിലെ കള്ളന്മാരെ കൊണ്ടുപോയി. ഈ തെളിവ് പുറത്തുവിടൂ. അൽകുമാർ അത് ശരിയല്ല. കാരണം പുറത്തുവിടൂ. നോക്കൂ അൽകുമാർ, എനിക്കതിനോട് അങ്ങോട്ടുള്ള വിയോജിപ്പ് ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ്. സോണിയാഗാന്ധിയെ കണ്ടു എന്ന കാര്യം ആരും നിരാകരിക്കുന്നില്ല. അത് പൊതുമധ്യത്തിലാണ്. MP മാർക്കൊപ്പമാണ്, MLA മാർക്കൊപ്പമാണ്. പക്ഷെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചു എന്ന് അങ്ങ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ്. വെല്ലുവിളിക്കുന്നു. അല്ല സാർ, സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചു എന്ന് പറയുന്നതിനുള്ള തെളിവുകൾ എന്റെയോ അനിൽകുമാറിന്റെയോ കയ്യിലില്ല. താമസിച്ചു എന്ന് പറയാൻ കാരണം എന്താണ്? താമസിച്ചു, പൂജ നടത്തി. ഇയാളാണോ പോയത്? കൂടെ എന്റെ കയ്യിലുണ്ട്. ഇയാളാണോ പോയത്? അല്ല, ഒരു നിമിഷം റിജിൽ ബാക്കുറ്റി ഒരു നിമിഷം. അനിൽകുമാറിന്റെ കയ്യിലുള്ള തെളിവ് എന്താണ്? അവിടെ താമസിച്ചു എന്ന് പറയാൻ പറ്റുന്ന തെളിവ് എന്താണ്? നമ്മുടെ മുമ്പിൽ ലഭ്യമായ തെളിവ് ഒന്ന് ഈ ചർച്ചയിൽ മഹേഷ് പണിക്കർ പറഞ്ഞ കാര്യം എന്താണ്? അവിടെ അയ്യപ്പ പൂജ നടന്നു. എത്ര നേരം അയ്യപ്പ പൂജയ്ക്ക് എടുത്തു? അവിടെ താമസിച്ചാണോ പൂജ നടത്തിയത്? ഇതിന് തെളിവ് എവിടെയുണ്ട്? ബഹുമാന്യായ സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ട്. കാരണം എന്താണ്? ആ സുരക്ഷയുടെ ഭാഗമായി അവിടെ കയറുന്ന ഓരോരുത്തരുടെയും രേഖ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കോൺഗ്രസിനോട് അപേക്ഷിക്കുന്നു, കോൺഗ്രസ് പാർട്ടിയോട് അപേക്ഷിക്കുന്നു. അനിൽകുമാറിന് നേരിട്ടറിയില്ല. അനിൽകുമാറിന് നേരിട്ടറിയാമോ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചു എന്നുള്ള വിവരം നേരിട്ട് താങ്കൾക്കറിയാമോ? താങ്കൾ ഏതെങ്കിലും രേഖകൾ കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. താങ്കളൊരു സംശയമല്ലേ? അല്ല, അത് വളരെ ഗുരുതരമായ വിഷയമായതുകൊണ്ടാണ്. ശരി, സ്വർണം കട്ടതാണ്. കൃത്യമായിട്ട് താങ്കളുടെ അനുയായികളാണ്, നേതാക്കന്മാരെ എന്ത് വ്യക്തോ തെളിവുണ്ട്, ഫോട്ടോ എടുത്തതിന് തെളിവുണ്ട്. അതിനപ്പുറം വേറെ തെളിവൊന്നുമില്ല. തെളിവില്ലേ അരുണെ? നിങ്ങൾ ഈ ഫോട്ടോ പറയാത്തത്? അരുണെ, ഇതാ പിണറായി വിജയൻ കൂടെ നിൽക്കുന്ന ഫോട്ടോ. ഹലോ, കേൾക്കുന്നില്ല? ഈ ഫോട്ടോ എത്ര സമയം എടുത്തു കോൺഗ്രസ് വെളിപ്പെടുത്തുക? അവിടെ വേറെ പൂജയൊന്നും നടന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിലില്ല. അവിടെ ആകെ കയ്യിലൊരു ചരട് കെട്ടിക്കൊടുത്തത് മാത്രമേ നമ്മുടെ ഫോട്ടോയിലുള്ളൂ. എത്ര സമയം എടുത്തു കോൺഗ്രസ് വെളിപ്പെടുത്തുക? അത്രേ ഉള്ളൂ. ശരി, റിജിൽ ബാക്കുറ്റി, ഞാൻ അങ്ങേക്ക് ഒരു മിനിറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു. ഒറ്റ മിനിറ്റ്. CBI അന്വേഷണത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. CBI അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് CBI എന്ന് കേട്ടാൽ ഹാലിളകും. കേരളത്തിൽ നിങ്ങൾക്ക് CBI ആകാം ഏത് വിഷയത്തിലും, അല്ലേ? ഒറ്റ മിനിറ്റ്. ഡോക്ടർ അരുണെ, ഈ CBI എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ പിന്നെ ഇതുപോലെയുള്ള SIT നിയന്ത്രിക്കുന്ന പോലെ നിയന്ത്രണത്തിൽ CBI അന്വേഷിക്കട്ടെ. സ്വാഭാവികമായി ഇത് കേരളത്തിന് പുറത്തേക്ക് വരുമ്പോൾ അന്വേഷിക്കാൻ പരിധിയുണ്ട്, അന്വേഷിക്കട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞത്. എല്ലാ CBI ചെയ്യുന്ന എല്ലാ കാര്യവും ന്യായീകരിക്കുന്ന ആളുകളല്ല. ഇപ്പൊ SIT പിടിച്ചു കെട്ടിയിരിക്കുന്നു ആര്? ഈ സർക്കാരിന്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അവരുടെ ബന്ധുക്കൾ ഈ കേസിനകത്ത് പ്രതികളാകുമ്പോൾ അത് വിടാതിരിക്കാനുള്ള നിലപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എടുക്കുമ്പോൾ അവര് ഇങ്ങനെ വിശ്വസിക്കും. കടകംപള്ളിയിലേക്ക് പോകുന്നില്ല, ശങ്കർദാസിലേക്ക് പോകുന്നില്ല. ആരാണ് വിലങ്ങ് വെക്കുന്നത്, ആരാണ് വിലങ്ങ് തടിയെ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ നേരിട്ട് നിരീക്ഷണത്തിൽ CBI അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് നിലപാട്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും